നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ദേവി, എല്ലാം നിന്നിൽ സമർപ്പിച്ചവനാണ് ഞാൻ. തെറ്റുണ്ടെങ്കിൽ ശിക്ഷിച്ചോട്ടെ. പക്ഷേ തെറ്റ് ചെയ്യാതെ ശിക്ഷിക്കപ്പെടുന്നതിന്റെ വേദന ദേവി തന്നെ തിരിച്ചറിയണം. എല്ലാം അവിടുത്തെ ഹിതം. അമ്മേ, നിരപരാധിയെ അപരാധിയായിട്ട് വിധിക്കുമ്പോൾ ആരായാലും കരഞ്ഞു പോകും. അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല സന്ദീപ്. വിദ്യാമ്മ പറഞ്ഞത് സത്യ. നിരപരാധിയാണ് ഞാൻ. അങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുന്നത് പോലും തെറ്റാണെന്ന് കരുതുന്ന ഒരു നിരപരാധി. അറിയാം, എല്ലാം അറിയാം. ഇപ്പോൾ നിന്റെ സാന്നിധ്യം അവൾക്ക് നീരസത്തിന് കാരണമാകുന്നു. അവൾ സന്ദീപിനോട് പിണങ്ങുന്നു, മൗനമാകുന്നു. എന്നാൽ നിന്റെ ഈ സാന്നിധ്യം അസാന്നിധ്യമാകുമ്പോ ഇപ്പോഴുള്ള നീരസം വ്യസനമായി മാറും. അല്ല, അതെങ്ങനെ വിദ്യാമ്മ? തൽക്കാലം സന്ദീപ് നാട്ടിലേക്ക് മടങ്ങണം. കുറച്ചുനാൾ അവിടെ നിൽക്കുമ്പോ നിന്നെ അവൾ കാണാതാവുമ്പോ നീ അവൾക്ക് എന്തായിരുന്നു എന്ന് അവൾക്ക് ബോധ്യപ്പെടും. പിന്നെ അധികം താമസിയാതെ തന്നെ യഥാർത്ഥ പ്രതി പുറത്തു വരും. അന്ന് നിന്നോട് ഇഷ്ടക്കുറവ് കാണിച്ചവർ, നിന്നെ മാറ്റി നിർത്തിയവർ, നിന്നെ കാണാൻ കൊതിക്കുന്നൊരവസ്ഥ വരും. അന്ന് നിനക്ക് മടങ്ങി വരാം, നിരപരാധിയായി തല ഉയർത്തി തന്നെ. നാട്ടിലേക്ക് പോകുന്നതാണ് ഗുണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. ഒരാശങ്കയും ഇല്ലാതെ പോകൂ. അമ്മ വഴികാട്ടിയായി കൂടെ ഉണ്ടാവും. ദേവുട്ടിയെ, അവൻ അവിടെ അമ്പലത്തിലുണ്ട്. അവനെ, ആ സന്ദീപ്, അവൻ അവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുക. ആ കരച്ചിലും പ്രാർത്ഥനയൊക്കെ ആത്മാർത്ഥമായി എനിക്ക് തോന്നുന്നു. അല്ല, അവനാണ് സുരേന്ദ്രനെ ആള് വിട്ട് തല്ലിച്ചതെന്നല്ലേ നമ്മൾ വിചാരിച്ചത്? അങ്ങനെ അല്ലെന്ന് തോന്നുന്നു. മറ്റാരെങ്കിലും അതിന് പിന്നിലുണ്ടോ എന്നാ എനിക്കിപ്പോ തോന്നുന്നത്. സുരേന്ദ്രൻ അവനെ കണ്ടത് ഇരുട്ടത്തല്ലേ? അത് അവനാകണമെന്നില്ലല്ലോ. എന്തായാലും ഞാൻ അവന് ചെവി കൊടുക്കാനൊന്നും പോകുന്നില്ല. സവർണിയെ, സവർണിയെ, കുമാരേട്ടാ. ശരി, ആരും മിണ്ടണ്ട, ഒന്നും പറയണ്ട. പക്ഷെ എനിക്ക് പറയാനുള്ള ഒന്ന് കേൾക്കണം. ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ആരെയും ഞാൻ ദ്രോഹിച്ചിട്ടില്ല. തെറ്റായിട്ട് ഒരു വാക്കോ പ്രവൃത്തിയോ എന്റെ ഭാഗത്തു നിന്നും ഒരാൾക്കും ഉണ്ടായിട്ടുമില്ല. കാര്യമില്ലാതെ ആരോടെങ്കിലും തല്ലുകൂടാനോ തല്ലിക്കാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല. ദൈവത്തിന് നിരക്കാത്തതൊന്നും ചിന്തിച്ചിട്ടുമില്ല, പ്രവർത്തിച്ചിട്ടുമില്ല. സുരേന്ദ്രനങ്ങളുടെ ആരെങ്കിലും തല്ലിയിട്ടുണ്ടെങ്കിൽ അത് ആരാണെന്ന് കണ്ടുപിടിക്കണം. അതിന് വേണമെങ്കിൽ പോലീസിൽ ഞാൻ പരാതി കൊടുക്കാം. ചെയ്തത് ഞാനാണെന്ന് തെളിഞ്ഞാൽ അതിനുള്ള ശിക്ഷ ഞാൻ അനുഭവിക്കാം. അത് വേണ്ടിവരും. സുരേന്ദ്രനൊന്ന് വന്നോട്ടെ, എന്നിട്ട് അപ്പൊ തീരുമാനിക്കാം. തീരുമാനിച്ച് വേണ്ടതെന്താന്ന് വെച്ചാൽ അത് ചെയ്തോളൂ. പിന്നെ സൗപർണിക, അച്ഛൻ, കുമാരേട്ടൻ, നിങ്ങളൊക്കെ കണ്ടിട്ടാ ഞാനിവിടെ നിന്നത്. എല്ലാവരും ഇങ്ങനെ ശത്രുവിനെ കാണുന്ന മട്ടിൽ എന്നെ നോക്കി പുറംതിരിഞ്ഞു നിന്നാൽ പിന്നെ എനിക്കിവിടെ ആരാണുള്ളത്?
പിന്നെ എന്ത് കാര്യത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്? ഞാൻ തിരിച്ചു പോവാണ് നാട്ടിലേക്ക്. അപ്പോഴും എന്റെ ഇഷ്ടങ്ങൾ ബാക്കിയുണ്ട്. സുരേന്ദ്രനങ്ങളുടെ തല്ലിയത് ഞാനല്ലെന്നുള്ള സത്യം തിരിച്ചറിയുമ്പോൾ എന്നെ അറിയിക്കണം. സൗവർണികയുടെ കയ്യിലിട്ട വളയാ. ഇതിലെ എന്റെ കുടുംബമുദ്ര ഉണ്ടെങ്കിലും ഈ വള കാണുമ്പോ ഇപ്പോ നിന്നെ മാത്രമേ ഓർമ്മ വരൂ. ഇത് കയ്യിൽ വെച്ചാ എപ്പോഴും ഞാൻ സൗവർണികയെ ഓർമ്മിച്ചു പോകും. അത് വേണ്ട. എനിക്ക് മുഖം ധരിച്ച് നിൽക്കുന്ന നിന്നെ ഓർക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ വള ഇവിടെ വെച്ചിട്ട് പോവാം. എന്താ സന്ദീപേ, ബാഗൊക്കെ എടുത്ത്? ഞാൻ പോകുന്നു ഏട്ടാ. പോവ്? എങ്ങോട്ട്? വീട്ടിലേക്കോ? വീട്ടിലേക്കെന്നാണ് ഇപ്പൊ വിചാരം. പോകുന്ന വഴിക്ക് വേറെന്തെങ്കിലും ലക്ഷ്യം തെളിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകും. അല്ല ചേട്ടാ, എന്താ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം? ആ, പെട്ടെന്ന് തീരുമാനിക്കേണ്ടി വന്നു. ഞാനിവിടെ വന്നതും നിന്നതും ഇപ്പോഴും നിൽക്കുന്നതും എല്ലാം സൗവർണിയെ കരുതിയായിരുന്നു. സൗവർണിയൊത്തൊരു ജീവിതം, അതാണ് ഇന്നെന്റെ ഏറ്റവും വലിയ സ്വപ്നം. അതുവരെ അനുഭവിച്ച സൗകര്യങ്ങളൊക്കെ വിട്ടിട്ട് ഇവിടുത്തെ പരിമിതമായ സൗകര്യങ്ങളിൽ ജീവിക്കാൻ തീരുമാനിച്ചതും അതുകൊണ്ടാണ്. ആ ഒരു ജീവിത പശ്ചാത്തലം അവളുടെ അനുഭവത്തിനും വിചാരത്തിനും അപ്പുറത്താണ്. അതിലേക്ക് അവൾ എത്തിപ്പെടുന്നതിന് മുമ്പേ തന്നെ അവളുടെ പശ്ചാത്തലവും എനിക്ക് പരിചിതമാകേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ഞാനിവിടെ താമസിക്കാൻ തീരുമാനിച്ചത്. ഈ ഹോട്ടലിലെ ജോലി, അതും അങ്ങനെ ഒരു തീരുമാനമാണ്.